എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നതെന്ന് വെച്ചാൽ ഗുരുവായൂർ ക്ഷേത്രത്തിൽ നമ്മൾ പോകുമ്പോൾ ക്ഷേത്ര ദർശനത്തെക്കുറിച്ചും അവിടുത്തെ ടൈമിങ്സും കാര്യങ്ങളും, അതുപോലെ തന്നെ മെയിനായിട്ട് നമുക്ക് അവിടെ പോകുമ്പോൾ ഫാമിലി ആയിട്ട് താമസിക്കാൻ പറ്റുന്നൊരു നല്ലൊരു സ്ഥലം, അതായത് ചുരുങ്ങിയ ചിലവിൽ താമസിക്കാൻ പറ്റുന്ന നല്ലൊരു സ്ഥലം. അതുപോലെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, നമ്മൾ ബുക്ക് ചെയ്ത ട്രെയിൻ എങ്ങനെയാണ് ബുക്ക് ചെയ്തത്, എത്ര രൂപ ചിലവ് വന്നു, എവിടെ നിന്നാണ് പോയത്, അതുപോലെ തിരിച്ചു വന്നത്, അതുപോലെ റൂംസിൻ്റെ കാര്യങ്ങൾ, അവിടുത്തെ ബുക്കിംഗ് എങ്ങനെയാണ്, അവരുടെ കോൺടാക്ട് നമ്പർ, അങ്ങനെ നമ്മൾ ക്ഷേത്രത്തിൽ പോയി കണ്ടിട്ട് വരാൻ പറ്റുന്ന ഒരു ഫുൾ ഡീറ്റെയിൽ വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോയിലുള്ളത്. അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് രേഖപ്പെടുത്താൻ മറക്കണ്ട. അപ്പോൾ വീഡിയോയിലേക്ക് പോകാം. ഞങ്ങളങ്ങനെ എല്ലാവരും റെഡിയായി നേരെ പുനലൂർ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. നമുക്ക് 6:05 നമ്മുടെ ഗുരുവായൂർ എക്സ്പ്രസ് ഇവിടുന്ന് പുറപ്പെടുന്നത്. അപ്പോൾ ഞങ്ങൾ വന്നു, ഇവിടെ ഒരു കോമൺ പാർക്കിംഗ് ഏരിയ ഒക്കെ ഉണ്ട്, അവിടെ പാർക്ക് ചെയ്തു. നമ്മൾ അതിൻ്റെ റെസിപ്റ്റൊക്കെ മേടിച്ചിട്ട് നമ്മുടെ ട്രെയിനിന് വേണ്ടിയുള്ള വെയിറ്റിംഗ് ആണ് കേട്ടോ. അപ്പോൾ നമ്മൾ കുറേ കാലം കൂടി എല്ലാവരും ഒക്കെ ഒരുമിച്ച് കണ്ടപ്പോൾ ഉള്ളൊരു സന്തോഷവും കാര്യങ്ങളൊക്കെയാണ്. ഞങ്ങൾ സാധാരണ യാത്രയ്ക്ക് പോകുമ്പോൾ വേർ ഈസ് മൈ ട്രെയിൻ എന്ന് പറഞ്ഞൊരു ആപ്ലിക്കേഷൻ ഡിപ്പെൻഡ് ചെയ്താണ് നമ്മൾ കോച്ച് പൊസിഷനും കാര്യങ്ങളൊക്കെ നോക്കുന്നത്. പക്ഷേ ഈ തവണ നമുക്ക് പണി കിട്ടി. ആപ്ലിക്കേഷനിൽ കാണിച്ചതും ട്രെയിൻ വന്ന് നിന്നതായിട്ട് ഒരു ബന്ധമില്ലായിരുന്നു കേട്ടോ. അപ്പോൾ അത് മാത്രം ഡിപ്പെൻഡ് ചെയ്യേണ്ട പോകുന്ന ഒരു ലോക്കലി ഒന്ന് ചോദിക്കുക. അപ്പോൾ ഈ കേട്ടതുപോലെ മധുരൈ ഗുരുവായൂർ എക്സ്പ്രസ്സിലാണ് നമ്മൾ പോകുന്നത്. ട്രെയിൻ നമ്പർ പറയുകയാണെങ്കിൽ 16327. നമ്മൾ നേരത്തെ തന്നെ ഓൾറെഡി ബുക്കിംഗ് എല്ലാം ചെയ്തിട്ടാണ് വരുന്നത്, സ്ലീപ്പർ എല്ലാം ബുക്ക് ചെയ്തത്. പക്ഷേ നമുക്ക് അടുത്തടുത്ത് ടിക്കറ്റ്സ് ഒന്നും കിട്ടിയില്ല കേട്ടോ. നമ്മുടെ കഴിഞ്ഞ പഴനി ട്രിപ്പിൻ്റെ ടിക്കറ്റും നമ്മൾ ബുക്ക് ചെയ്തത് ഈ കൺഫേം TKT എന്ന് പറഞ്ഞൊരു ആപ്ലിക്കേഷൻ വഴിയാണ് കേട്ടോ. ആ സെയിം ആപ്ലിക്കേഷൻ വഴി തന്നെയാണ് നമ്മൾ ഇതും ബുക്ക് ചെയ്തിരിക്കുന്നത്. ഞങ്ങൾ സ്ലീപ്പറാണ് ബുക്ക് ചെയ്തത്, നോൺ AC ആണ്. നമുക്ക് ടിക്കറ്റ് ചാർജ് ആയത് 205 രൂപയാണ് ഒരാൾക്കായത്, പുനലൂരിൽ നിന്ന് ഗുരുവായൂർ വരേക്കും. അധികം തിരക്കൊന്നും ഇല്ലായിരുന്നു, അത്യാവശ്യം എല്ലാം ഫാമിലീസ് തന്നെയായിരുന്നു, നല്ല കംഫർട്ടബിൾ ആയിട്ട് നമുക്ക് യാത്ര ചെയ്യാൻ പറ്റും കേട്ടോ. ബുക്ക് ചെയ്യുന്ന സമയത്ത് ഒരു 90% ആയിരുന്നു, മീൻസ് വെയിറ്റിംഗ് ലിസ്റ്റ് ആയിരുന്നു. പക്ഷേ അത് നമുക്ക് കൺഫേം ആയിട്ട് കിട്ടി. അപ്പോൾ ട്രെയിനിൽ കയറിയിരുന്നപ്പോൾ തന്നെ അത്യാവശ്യം നല്ല സ്മെല്ലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. നമ്മുടെ ബാത്റൂമിൻ്റെ സൈഡിലായിരുന്നു, നമ്മൾ കോടാലിത്തൈലൊക്കെ ഉണ്ടല്ലോ നമ്മുടെ, അതൊക്കെ വെച്ച് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തു. പക്ഷേ നമ്മൾ കയറിയപ്പം കുറച്ച് സ്മെല്ലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നെങ്കിലും കൊല്ലം കഴിഞ്ഞപ്പോഴത്തേക്കും അതൊക്കെ മാറി. എനിക്കൊന്ന് കൊല്ലത്ത് വെച്ച് ക്ലീനിങ് കാര്യങ്ങളൊക്കെ ചെയ്തെന്ന് തോന്നുന്നു. അങ്ങനെ നമ്മൾ ഗുരുവായൂർ റെയിൽവേ സ്റ്റേഷനിൽ എത്തി കേട്ടോ. എത്തിയപ്പോൾ തന്നെ അച്ഛനാണെങ്കിൽ നമുക്ക് നേരത്തെ വന്ന ഒരു എക്സ്പീരിയൻസ് ഒക്കെ നമുക്ക് എല്ലാവർക്കും ഒന്ന് പറഞ്ഞു തരും കേട്ടോ, എങ്ങനെയൊക്കെയാണ് ദർശനം കാര്യങ്ങളൊക്കെയെന്ന്. റെയിൽവേ സ്റ്റേഷൻ്റെ മെയിൻ എൻട്രൻസ് പോവാതെ തന്നെ നമുക്ക് ഇറങ്ങി വരുമ്പോൾ തന്നെ ഒരു ഓട്ടോ സ്റ്റാൻഡ് കാണാം. അവിടുന്ന് ഓട്ടോ എടുത്ത് നമുക്ക് എങ്ങോട്ടോ പോകേണ്ടതെന്ന് പറഞ്ഞാൽ അവരവിടെ ഡ്രോപ്പ് ചെയ്യും. അപ്പോൾ ഞങ്ങൾക്ക് എന്തായാലും നമുക്ക് ഇവിടെ ഒരു അറിയാവുന്ന ഒരാളുണ്ടായിരുന്നു, പുള്ളിക്കാരൻ വന്ന് നമ്മളെ പിക്ക് ചെയ്യാൻ നിൽപ്പുണ്ടായിരുന്നു. നമുക്ക് അതിൻ്റെ പുറകെ നമ്മൾ ഓട്ടോറിക്ഷ വിളിച്ചു. അപ്പോൾ പുള്ളി ബൈക്കിലാണ് വന്നത്. നമ്മൾ അവിടെ നേരെ ഹോട്ടലിലേക്കാണ് പോകുന്നത്. അപ്പം പുള്ളിയുടെ അറിയാവുന്ന ഒരു ഹോട്ടലുണ്ട്, മീൻസ് ദേവസ്വത്തിൻ്റെയാണ്. ശരിക്കും അവിടെ നേരത്തെ അഡ്വാൻസ് ബുക്കിംഗ് ആയിട്ടില്ല എന്നായിരുന്നു നമ്മൾ അറിഞ്ഞിരുന്നത്. പക്ഷേ അത് ഒരുപാട് കൺഫ്യൂഷൻസ് വന്നു. നമ്മുടെ ഒരു സ്റ്റേയുടെ കാര്യങ്ങൾ ഇതിനകത്ത് പറയുന്നുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗുരുവായൂർ പോകുമ്പോൾ ഏറ്റവും ബുദ്ധിമുട്ട് നമ്മൾ അനുഭവിക്കുന്നതെന്ന് വെച്ചാൽ നല്ലൊരു സ്റ്റേ ഒരു ലോ ബഡ്ജറ്റിൽ കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ വന്ന് നോക്കിയ ദേവസ്വത്തിൻ്റെ സ്റ്റേ ആണ്. അതിൻ്റെ പേര് പാഞ്ചജന്യം എന്ന് പറഞ്ഞൊരു സ്റ്റേ ആണ്. അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് തന്നെ ഗുരുവായൂർ അമ്പലത്തിലേക്ക് ദർശനത്തിന് പോകുന്നൊരു നടയെ നമുക്ക് കാണാം. എന്തായാലും അവിടെ ചെന്നപ്പോൾ അത് ഫുള്ളാണെന്ന് പറഞ്ഞു. അങ്ങനെ അതിൻ്റെ തൊട്ടടുത്ത് തന്നെ കളഭം എന്ന് പറഞ്ഞൊരു ഹോട്ടലാണ് നമ്മൾ എടുത്തത്. അത്യാവശ്യം വലിപ്പമുള്ള റൂം, വലിയ ബെഡായിരുന്നു. ഒരു 6-7 പേർക്ക് ബെഡിൽ സുഖമായിട്ട് കിടക്കാൻ കേട്ടോ. അതുപോലെ ബാത്റൂമൊക്കെ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ബാത്റൂമും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ നമ്മളിവിടെ വന്നപ്പോൾ തന്നെ നമ്മൾ കിടന്നുറങ്ങാൻ നിന്നില്ല. 2 മണിക്കാണ് എത്തിയെങ്കിലും നമ്മൾ പെട്ടെന്ന് വന്ന് റെഡിയായി, എല്ലാവരും റെഡിയായി. പിന്നെ ഇവന്മാരെ മുണ്ടുടുപ്പിക്കുന്നതായിരുന്നു ഏറ്റവും വലിയ പ്രശ്നം. ഇവന്മാർ മുണ്ടെടുത്ത് എക്സ്പീരിയൻസ് ഇല്ലാത്തതുകൊണ്ട് അങ്ങനെ എല്ലാവരും പട്ടത്തിൽ ഇവന്മാർ മുണ്ടൊക്കെ ഉടുപ്പിച്ച് റെഡിയാക്കി. അപ്പം ഞങ്ങൾ നേരത്തെ വരുമ്പോഴൊക്കെ നമുക്കറിയാം ഷർട്ട് ഇട്ടുകൊണ്ട് ആരും ക്ഷേത്രത്തിലേക്ക് പോയില്ല എന്ന്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഷർട്ട് ഇടാതെ ഒരു നേരിയതൊക്കെ എടുത്താണ് പോയത് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മൾ താമസിച്ച കളഭം എന്ന് പറഞ്ഞ ഹോട്ടലിൻ്റെ ഫ്രണ്ട് വ്യൂ നമുക്ക് കാണാം. ഇന്ത്യൻ കോഫി ഹൗസിൻ്റെ റൈറ്റ് സൈഡിലായിട്ട് നമുക്ക് കാണാം. അതായത് കളഭം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓട്ടോ സ്റ്റാൻഡിൽ നിന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ നമ്മളെങ്ങോട്ട് ഡ്രോപ്പ് ചെയ്യും. അപ്പോൾ റൂംസും കാര്യങ്ങളൊക്കെ നീറ്റാണ് കേട്ടോ. നമുക്ക് ദർശനത്തിന് വരുമ്പോൾ ഇതൊക്കെ തന്നെ ഓക്കെ. നമ്മൾ ലക്ഷറി വേറെ ട്രിപ്പും കാര്യങ്ങളൊന്നും വന്നുമല്ല. അപ്പം ഇതിൻ്റെ റൂം റെൻറ്റ് വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് 10 പേർക്ക് 2 റൂം, 4 ഷെയറിങ് 2 റൂം നമുക്ക് 4000 രൂപയാണ് വന്നത്. അതിൻ്റെ കാരണം നമുക്ക് 2 നൈറ്റ് എടുത്തു. നമ്മൾ അതിരാവിലെ വന്നിട്ട് പിറ്റേ ദിവസം രാവിലെയാണ് ചെക്കൗട്ടായി. അപ്പം ശരിക്കും ഒരു നൈറ്റ് വരുന്നവർക്ക് 2000 രൂപ വരത്തുള്ളൂ. അതായത് ഏകദേശം റൂമിന് 1000 രൂപയ്ക്കകത്തേ വരത്തുള്ളൂ നമുക്ക്. അത് ഈ ചെക്ക് ഇൻ ചെക്കൗട്ട് ടൈം ഉള്ളതുകൊണ്ടാണ് അങ്ങനെ ഒരു ഡിഫറൻസ് വരുന്നത്. നമ്മൾ അതിരാവിലെ വന്നു കഴിഞ്ഞാൽ റൂം എടുത്തിട്ട് അതേ ദിവസം ഉച്ചയ്ക്ക് ചെക്കൗട്ട് ആയി കഴിഞ്ഞാൽ നമുക്ക് ഒരു ദിവസം റെൻറ്റേ വരുന്നുള്ളൂ. പക്ഷെ നമ്മൾ അന്നും കൂടെ സ്റ്റേ ചെയ്തു, രാത്രി സ്റ്റേ ചെയ്തിട്ട് പിറ്റേ ദിവസമാണ് ചെക്കൗട്ട് ആവുന്നത്. അതുകൊണ്ടാണ് നമുക്ക് അത്രയും റേറ്റ് വന്നത് കേട്ടോ. അപ്പോൾ ഈ കളഭം എന്ന് പറഞ്ഞ ഹോട്ടലിൻ്റെ നമ്പർ ഞാൻ താഴെ കൊടുത്തിരിക്കാം, വീഡിയോയിലും കൊടുത്തിരിക്കാം. ആവശ്യമുള്ളവർ ജസ്റ്റ് വാട്സപ്പിൽ മെസ്സേജ് അയച്ചാൽ മതി. അപ്പോൾ അവരെൻ്റെ ഡീറ്റെയിൽസ് അയച്ച് നമുക്ക് അഡ്വാൻസ് കൊടുത്ത് ബുക്ക് ചെയ്തിട്ടൊക്കെ പോകാം കേട്ടോ. അത്യാവശ്യം കുഴപ്പമില്ലാത്ത നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. നല്ലൊരു അത്യാവശ്യം കുഴപ്പമില്ലാത്ത റേറ്റ് നമുക്ക് കിട്ടുകയും ചെയ്തു. അങ്ങനെ ഞങ്ങളിത് എല്ലാവരും റെഡിയായി വെളിയിറങ്ങി.
അപ്പോൾ ക്ഷേത്രത്തിലേക്ക് പോയി ക്യൂവിനകത്ത് നിൽക്കാനുള്ള പുറപ്പാടാണ്. അപ്പോൾ എല്ലാവരും മുല്ലപ്പൂവൊക്കെ വെച്ച് ഇവിടെ സെറ്റായിട്ട് പോവുകയാണ് കേട്ടോ. നമ്മുടെ ഈ ഏരിയയിലൊന്നും അധികം തിരക്കൊന്നും ഫീൽ ചെയ്തില്ല. പക്ഷേ അകത്തേക്ക് പോകുമ്പം എന്നാലും ഗുരുവായൂർ വരുമ്പോൾ ഉള്ള ആ ഒരു വലിയ ഉന്തും തെള്ളുമൊന്നും നമുക്ക് ഇവിടെ ഫീൽ ചെയ്തില്ല കേട്ടോ. നമ്മൾ താമസിച്ച കളഭം എന്ന് പറഞ്ഞ് ഹോട്ടലിൻ്റെ തൊട്ടടുത്ത് ഒരു 50 മീറ്റർ ഇല്ല, അവിടെ നിന്നാണ് നമുക്ക് ക്ഷേത്രത്തിലേക്ക് പോകാനുള്ള ഒരു വഴി വരുന്നത്. അവിടെ നിന്ന് നമുക്ക് അകത്തേക്ക് കയറിപ്പോയി ക്യൂവിനകത്ത് നിന്നിട്ട് ദർശനം നടത്തി വരാം. അത് തൊട്ടടുത്താകുമ്പോൾ നമുക്ക് ദർശനം കഴിഞ്ഞ് വന്ന് ഡ്രസ്സൊക്കെ മാറി പിന്നെ ഫുഡ് കഴിക്കാനൊക്കെ റെസ്റ്റോറൻറ്റ്സും കാര്യങ്ങളൊക്കെ തൊട്ടടുത്ത് എല്ലായിടത്തും ഉണ്ട്. അപ്പോൾ എല്ലാം കൊണ്ടും സൗകര്യമാണ്. നമുക്ക് റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്ത് റൂം എടുക്കുന്നതിനേക്കാൾ ബെറ്റർ ക്ഷേത്രത്തിനോട് ചുറ്റും ഒരുപാട് റൂംസും കാര്യങ്ങളൊക്കെ നമുക്ക് അവൈലബിൾ ആണ്. ഇൻ കേസ് ഈ നമ്പറിൽ വിളിച്ച് നോക്കിയിട്ട് നിങ്ങൾക്ക് റൂം കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് വീഡിയോയിൽ ഒരു കമൻറ്റ് ഇട്ടാൽ മതി. ഞങ്ങൾ താമസിച്ചതിൻ്റെ തൊട്ടടുത്തുള്ള കുറച്ച് ഹോട്ടൽസിൻ്റെയൊക്കെ കാർഡും നമ്പറും ഒക്കെ ഞാൻ കളക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇൻ കേസ് ആർക്കെങ്കിലും റൂം കിട്ടിയില്ലേ കമൻറ്റ് ഇട്ടാൽ മതി, ഞാൻ അതിനകത്ത് നമ്പർ അറ്റാച്ച് ചെയ്ത് തരാം. അപ്പോൾ നമ്മൾ താമസിച്ച് ഈ ഹോട്ടലിൻ്റെ അവിടെ നിന്ന് കയറി വരുമ്പോൾ നമ്മൾ പടിഞ്ഞാറേ നടയിലേക്കാണ് ആദ്യം കയറി വരുന്നത് കേട്ടോ. അപ്പോൾ അവിടെ നിന്ന് തന്നെ കയറി വരുമ്പോൾ തന്നെ നമുക്ക് അവിടെ നിന്ന് ക്യൂവും കാര്യങ്ങളൊക്കെ കാണാം. നമുക്ക് ആ ഒരു സൈഡിൽ കൂടെ റൗണ്ട് ചെയ്ത് പോകുമ്പോൾ വേറെ കൺഫ്യൂഷൻസ് ഒന്നും വരത്തില്ല. നമ്മൾ കയറി വരുമ്പോൾ തന്നെ നമുക്ക് കാണാം എവിടെ പോയി നമുക്ക് ക്യൂ നിൽക്കണമെന്നും എല്ലാവരും പോകുന്നൊരു വഴിയും കാര്യങ്ങളൊക്കെ കാണാം. എല്ലായിടത്തും സെക്യൂരിറ്റി ഗാർഡ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതേ ഈ കാണുന്നതാണ് ക്യൂ. അപ്പോൾ നമ്മൾ പണ്ടൊക്കെ നിന്ന പോലെ നിന്ന് പോകണ്ട. അപ്പോൾ ഞാനും കുറേ കാലമായിട്ടോ ഗുരുവായൂരൊക്കെ പോയിട്ട്, അതുകൊണ്ട് എനിക്കും അറിയില്ല. അപ്പോൾ നിന്ന് പോകണ്ട, നമുക്കതായത് ക്യൂവിനകത്ത് ഇവിടെ ബെഞ്ചസ് ഇട്ടിട്ടുണ്ട്. നമുക്ക് അവിടെ ഇരുന്നാൽ മതി. ക്യൂ നീങ്ങുന്നതനുസരിച്ച് നമ്മൾ കുറച്ചുകൂടി മുമ്പോട്ട് നീങ്ങുക, വീണ്ടും അവിടെ ഇരിക്കുക. അപ്പോൾ അത്യാവശ്യം നമുക്ക് ടയർഡ് ആവാതെ അത്യാവശ്യം നല്ല റിലാക്സ് ചെയ്ത് പോകാൻ പറ്റും. ഞങ്ങൾ ഫ്രഷായി ഏകദേശം ഒരു 4 മണിക്ക് ക്യൂവിനകത്ത് കയറിയിട്ട് ഞങ്ങൾ തൊഴുതിറങ്ങിയപ്പോഴത്തേക്കും 8:30 ആയി കേട്ടോ. 8:30 ആയി കഴിഞ്ഞപ്പോഴാണ് നമ്മൾ തൊഴുതിറങ്ങിയത്. അതായത് നമ്മൾ ക്യൂവിനകത്ത് കയറി ആദ്യത്തെ 2 ബാച്ച് കയറിയപ്പോൾ തന്നെ വീണ്ടും അവിടെ ക്ലോസ് ചെയ്തിട്ട് വീണ്ടും ഒരു 1 അവറോളം നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടി വന്നു. അതിനുശേഷമാണ് വീണ്ടും ഓപ്പൺ ചെയ്ത് നട തുറന്ന് നമുക്ക് വീണ്ടും അടുത്ത ദർശനം പോകാൻ പറ്റി. അതുപോലെ ശബരിമല ഭക്തന്മാർ ഒരുപാടുണ്ടായിരുന്നുകൊണ്ട് സ്വാമിമാരുള്ളതുകൊണ്ട് അവർക്ക് സെപ്പറേറ്റ് ഒരു ക്യൂ ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരുപാട് ടൈം വേണ്ടി വന്നു നമുക്ക് തൊഴാനായിട്ട്. എന്നാലും നോർമൽ തിരക്കുള്ള ദിവസങ്ങളിൽ വരുന്ന പോലെ അല്ല, നമ്മൾ മൺഡേ ആണ് എത്തിയത്, അതുകൊണ്ട് വലിയ കുഴപ്പമില്ലായിരുന്നു. ഇതാണ് കേട്ടോ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വന്ന റെസ്റ്റോറൻറ്റ്. നമ്മൾ താമസിച്ച സ്ഥലത്തിൻ്റെ നേരെ ഓപ്പോസിറ്റ് തന്നെ ഊട്ടുപുര എന്ന് പറഞ്ഞ റെസ്റ്റോറൻറ്റിൽ നിന്നാണ് നമ്മൾ ഫുഡ് കഴിച്ചത്. നല്ല ഫുഡായിരുന്നു, കുഴപ്പമൊന്നുമില്ല, റേറ്റും വലിയ കുഴപ്പമൊന്നുമില്ലായിരുന്നു. അപ്പം നമ്മൾ കഴിച്ചത് മസാല ദോശയും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ ഞങ്ങൾ എല്ലാ ഫുഡും ഇവിടുന്ന് തന്നെയായിരുന്നു. ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും ഡിന്നറും ഒക്കെ ഇവിടുന്ന് തന്നെയായിരുന്നു. അതിനുശേഷം നമ്മളിത് അവിടുന്ന് നേരെ പടിഞ്ഞാറുനിന്ന് കിഴക്കേ നടയൊക്കെ വന്നു. അപ്പോൾ അവിടെ കുറേ കടകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം തൊഴുതിറങ്ങി വന്ന് ഫുഡ് കഴിച്ചു റൂമിലേക്ക് കയറി നമ്മളൊന്ന് ഫ്രഷ് ആയിട്ടാണ് പുറത്തേക്ക് ഇറങ്ങി ചുമ്മാ എല്ലായിടത്തും പോകുന്ന പോലെ കടകളിലൊക്കെ കയറി സാധനങ്ങളൊക്കെ വില ചോദിച്ചു. അങ്ങനെ കുറേ നേരം അവിടെ സ്പെൻഡ് ചെയ്തു കേട്ടോ. പിന്നെ നമുക്ക് സ്പെഷ്യൽ ടിക്കറ്റ്സ് ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നെയ്യഭിഷേകത്തിന് വേണ്ടി 1000 രൂപ കൊടുത്ത് ഒരു ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ക്യൂ ഇല്ലാതെ, ചെറിയ ക്യൂ ഉണ്ടാവും എന്നാലും ഇത്രയും ക്യൂ നിൽക്കാതെ നമുക്ക് കയറിപ്പോം. അതുപോലെ തന്നെ ക്യൂവിനകത്ത് നിൽക്കുന്ന സമയത്ത് നമുക്ക് അവിടെ ഒരു വലിയ ഹോളുണ്ട്, അവിടെ പ്രോഗ്രാംസും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അത്ര ബോറടിയൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ നമ്മൾ ആ പ്രോഗ്രാമൊക്കെ കണ്ടിങ്ങനെ ഇരിക്കാം. അതുപോലെ ഇതുപോലുള്ള വണ്ടികളും കാര്യങ്ങളൊക്കെ ഉണ്ട്. നടക്കാൻ പറ്റാത്തവർക്ക് ഇലക്ട്രിക് ബഗ്ഗിയൊക്കെ ഉണ്ട്. അത് നമുക്ക് അതിനകത്ത് ബുക്ക് ചെയ്ത് പോകാൻ കൗണ്ടറും കാര്യങ്ങളൊക്കെ അവിടെ അവൈലബിൾ ആണ്. ഇതാണ് നമ്മൾ പറഞ്ഞ മേൽപ്പത്തൂർ ഓഡിറ്റോറിയം. ഈ ഓഡിറ്റോറിയത്തിനകത്ത് നമ്മൾ ഒരു ക്യൂ പോലെയാണ് ഇതിനകത്ത് കയറിയിരിക്കുന്നത്. അപ്പോൾ ഇവിടെ പ്രോഗ്രാംസും കാര്യങ്ങളൊക്കെ നടക്കും. ഇതുപോലെ കല്യാണങ്ങളൊക്കെ കണ്ട് നമുക്ക് ആ സമയത്ത് സമയം പോകുന്നത് അറിയത്തില്ല, നമ്മൾ അവിടെ ഇങ്ങനെ നിൽക്കും. പിന്നെ രണ്ടാമത് ക്യൂ നിൽക്കാതെ പോകാൻ പറ്റുന്നത് VIP ടോക്കൺ നമുക്ക് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ, അങ്ങനെ അത് കിട്ടാൻ ചാൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതെങ്കിലും മീൻസ് പാർട്ടിക്കാരോ അങ്ങനെ ഏതെങ്കിലും വലിയ ഹോൾഡുള്ള ആൾക്കാർ വിളിച്ച് പറഞ്ഞ് അവരുടെ കെയർ ഓഫിൽ നമ്മൾ വരുന്ന സമയത്ത് മാത്രമാണ് നമുക്ക് അങ്ങനെ ക്യൂ നിൽക്കാതെ കയറാൻ പറ്റുന്നത്. ഇതൊക്കെയായിരുന്നു കേട്ടോ പ്രോഗ്രാംസ്. ഞങ്ങൾ ക്യൂ നിന്ന സമയത്ത് ഇങ്ങനെയുള്ള പ്രോഗ്രാംസൊക്കെ ആയിരുന്നു ഈ സ്റ്റേജിലുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് സമയം പോകുന്നേ അറിഞ്ഞില്ല, നമ്മളിതൊക്കെ കണ്ട് എൻജോയ് ചെയ്ത് നിൽക്കുക ചെയ്തത് കേട്ടോ. എപ്പോഴും, അതായത് രാത്രിയിലും പകലും എല്ലാം ഇവിടെ പ്രോഗ്രാംസ് നടന്നുകൊണ്ടിരിക്കും. ഫുൾ ടൈം ഇവിടെ എന്തെങ്കിലും പ്രോഗ്രാംസ് കാണും. പക്ഷേ ഞങ്ങൾ ക്യൂ നിൽക്കുന്ന സമയത്ത് ഈ ഒരു ഏരിയയിൽ, ഈ ഒരു ഓപ്പൺ സ്പേസിൽ, അതായത് നമ്മൾ വീഡിയോയിലും റീൽസിലും ഒക്കെ കണ്ടിട്ടുള്ള ഒരു സ്ഥലമാണ് ഗുരുവായൂർ അമ്പലത്തിൻ്റെ ഒരു മെയിൻ എൻട്രൻസ്. ഇവിടെ അധികം തിരക്കൊന്നും ഇല്ലായിരുന്നു കേട്ടോ. ഞങ്ങൾ തൊഴുതിറങ്ങി ഫ്രഷ് ആയിട്ടൊക്കെ വന്നപ്പോഴത്തേക്കും ഒരു രക്ഷയില്ലാത്ത തിരക്കായി ഇവിടെ. പിന്നെ ആ സൈഡിൽ തന്നെ ബുക്ക് സ്റ്റാളും കാര്യങ്ങളൊക്കെ കാണാം. പിന്നെ ഇവിടെ ഞങ്ങൾ കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരുപാട് കല്യാണം കാര്യങ്ങളൊക്കെ നടക്കുന്നു. അപ്പം കല്യാണം വരിക, ഒരു 10 മിനിറ്റ് കൊണ്ട് കല്യാണം കഴിഞ്ഞ് പടയിൽ നിന്ന് ഇറങ്ങുക, വീണ്ടും അടുത്ത ടീമിനെ കയറ്റുക. അങ്ങനെ നമ്മുടെ അടുത്ത് കണക്ക് കുറേ അനുഗ്രഹം വാങ്ങലും പരിപാടികളും അങ്ങനെ വെയിറ്റിംഗ് ഒന്നുമില്ല, എല്ലാ കാര്യങ്ങളും പെട്ടെന്ന് കഴിഞ്ഞു. അങ്ങനെ ഞങ്ങൾ കുറേ പർച്ചേസും കാര്യങ്ങളൊക്കെ, ഇവിടെ കൂടുതലുള്ള അറിയാമല്ലോ കൃഷ്ണൻ്റെ വണ്ടിക്കകത്തൊക്കെ വെക്കാൻ പറ്റുന്ന സാധനങ്ങളും കീ ചെയിൻസും കാര്യങ്ങളൊക്കെ, അങ്ങനെ കുറേ പർച്ചേസും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. അതുപോലെ തന്നെ നമ്മുടെ ക്ഷേത്രത്തിനുള്ളിലേക്ക് മൊബൈൽ ഫോൺ, സ്മാർട്ട് വാച്ച് പോലുള്ള സാധനങ്ങളൊന്നും അലൗഡല്ല. അതുപോലെ ഷർട്ട് ധരിക്കാൻ പറ്റില്ല എന്നും പാൻറ് ഇട്ട് കയറാൻ പറ്റില്ല എന്നൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ചുരിദാർ ഇട്ട് സ്ത്രീകൾക്ക് കയറുന്നതിന് കുഴപ്പമില്ല.
അപ്പോൾ നമ്മൾ പടിഞ്ഞാറേ നട വഴി വന്നതുകൊണ്ട് തന്നെ നമ്മുടെ ആ മെയിൻ എൻട്രൻസ് നമുക്ക് കാണാൻ പറ്റില്ല. അങ്ങനെ ഞങ്ങൾ ആ മെയിൻ എൻട്രൻസിലേക്ക് ഇറങ്ങി വന്ന് പുറത്ത് നിന്ന് കാണുമ്പോൾ നമുക്കിവിടെ ഒരു വലിയൊരു ഇത് കാണാം, ഒരു വലിയൊരു കവാടം കാണാം. ഇതിനകത്തോടാണ് നമ്മൾ ആ ക്ഷേത്രത്തിൻ്റെ മെയിൻ എൻട്രൻസിലേക്ക് പോകുന്നത്. അതിന് മുമ്പായിട്ട് നമുക്കിവിടെ ഒരു ഗരുഡൻ്റെയും പിന്നെ അതുപോലെ കുചേലൻ്റെയും ഒരു രൂപമൊക്കെ വെച്ച് ഒരു വലിയ വിളക്കൊക്കെ വെച്ചിട്ടുണ്ട്. നമ്മൾ പല ഫിലിംസിലും അതുപോലെ ഗുരുവായൂരത്തെ വീഡിയോസിലും ഫോട്ടോസിലും കണ്ടിട്ടുള്ളതാണ് ഈ ഏരിയ. അത് പക്ഷേ നമ്മുടെ ആ മെയിൻ എൻട്രൻസിൽ നിന്ന് ഒരുപാട് നടന്ന് ഒരു 400 മീറ്ററോളം നടന്ന് മുമ്പോട്ട് വന്നാൽ മാത്രമേ ഈ ഒരു ഏരിയ നമുക്ക് കാണാൻ പറ്റൂ കേട്ടോ. അപ്പോൾ ഇത് പ്രത്യേകിച്ച് പറയാൻ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഗരുഡൻ്റെ രൂപം കാണുന്നതിൻ്റെ നേരെ ലെഫ്റ്റ് സൈഡിലായിട്ട് നമുക്ക് ബസ്സുകളും കാറുകളും ഒക്കെ പാർക്ക് ചെയ്യുന്ന ഒരു ഏരിയ കാണാം. അത് നമ്മൾ വണ്ടിയിലാണ് വരുന്നതെങ്കിൽ ഹോട്ടലിൽ നമ്മൾ റൂം എടുക്കുന്നിടത്ത് പാർക്കിംഗ് ഇല്ലെങ്കിൽ നമുക്ക് ഇവിടെ പാർക്ക് ചെയ്യാം. അതുകൂടാതെ തന്നെ നമുക്ക് ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് തന്നെ ഈ ഒരു ഇത് കാണുന്നില്ല, ഒരു ആർച്ച്, ഇതിൻ്റെ നേരെ അകത്തോടെ കയറി നമുക്ക് അപ്പുറത്ത് ഓപ്പോസിറ്റ് സൈഡ് ഇറങ്ങുമ്പോഴത്തേക്കും നമുക്ക് തൃശ്ശൂരിലേക്കും മറ്റുള്ള സ്ഥലങ്ങളിലേക്ക് പോകുന്ന ബസ്സും കാര്യങ്ങളൊക്കെ നമുക്ക് അവിടെ നിന്ന് കിട്ടും. അവിടെ ഒരു ബസ് സ്റ്റാൻഡാണ്. അതുപോലെ തന്നെ നമ്മുടെ ക്ഷേത്രത്തിലെ ടൈമിംഗ് വരുന്നത് രാവിലെ 3 മണി മുതൽ ഉച്ചയ്ക്ക് 12:30 വരെയും അതുപോലെ വൈകുന്നേരം 4:30 മുതൽ രാത്രി 9:30 വരെയാണ് കേട്ടോ ഉള്ളത്. പിന്നെ ഇവിടെ വന്നാൽ നമുക്ക് ഒരുപാട് കൺഫ്യൂഷൻ എടുത്ത് കറങ്ങേണ്ടി ഒന്നും വരത്തില്ല. എല്ലായിടത്തും സൈൻ ബോർഡ്സ് ഒക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ ആരോട് ചോദിച്ചാലും നമുക്ക് പറഞ്ഞു തരും. നമ്മുടെ കേരളം തന്നെ ആണല്ലോ, അതുകൊണ്ട് ആരോട് ചോദിച്ചാലും പറഞ്ഞു തരും. എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ഥലങ്ങളെല്ലാം അവർ പറഞ്ഞത് ഇതുപോലുള്ള സൈൻ ബോർഡും കാര്യങ്ങളും എല്ലാം എല്ലായിടത്തും വെച്ചിട്ടുണ്ട്. സമയം കുറച്ച് കഴിഞ്ഞ് പോകുന്തോറും നല്ല തിരക്ക് കൂടിക്കൂടി വന്നു കേട്ടോ. നമുക്ക് നല്ല തിരക്കായിട്ടുണ്ട്. അതുപോലെ കല്യാണ ഷൂട്ടിങ്ങുകളുടെ ബഹളമായിരുന്നു അവിടെ ഇവിടെ എല്ലാം. ഫുൾ എവിടെ നോക്കിയാലും കല്യാണ ചെറുക്കനും പെണ്ണും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഇവിടെ. പിന്നെ അതേ നമുക്കിവിടെ ക്ലോക്ക് റൂം, ഈ ക്ലോക്ക് റൂമിൻ്റെ ഒരു ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ലഗേജും കാര്യങ്ങളൊക്കെ, അതായത് നമ്മൾ റൂം എടുക്കുന്നില്ല. ഞങ്ങളും ആദ്യം അങ്ങനെ പ്ലാൻ ചെയ്തത്. നമ്മൾ ആദ്യം വന്നതിന് ശേഷം ഈ ബുക്ക് സ്റ്റാളിൻ്റെ ഓപ്പോസിറ്റ് ആട്ടോ, സൈഡിലാട്ടോ ക്ലോക്ക് റൂമും അതുപോലെ നമുക്ക് വാഷ് ആൻഡ് ചേഞ്ച് ടോയ്ലറ്റും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഞങ്ങൾ പ്ലാൻ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ വന്നതിന് ശേഷം ഞങ്ങളുടെ അതിരാവിലെ എത്തി തൊഴുത് 8:30 ഇറങ്ങി. പിന്നെ ഞങ്ങൾ ഫുൾ ഡേ ഫ്രീ ആണ്. പിന്നെ വൈകുന്നേരം നമുക്ക് രാത്രി 11:30 ഒരു ട്രെയിൻ ഉണ്ടായിരുന്നു. അതിന് തിരിച്ച് പുനലൂരിക്ക് അല്ല കൊല്ലത്തേക്ക് വരാനായിരുന്നു പ്ലാൻ. പക്ഷേ നമുക്ക് ആ ട്രെയിന് ടിക്കറ്റ് കിട്ടിയില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ അവിടെ സ്റ്റേ ചെയ്യേണ്ടി വന്നു. അപ്പോൾ സ്റ്റേ ചെയ്യാൻ പ്ലാൻ ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ക്ലോക്ക് റൂമിൽ ലഗേജസ് എല്ലാം വെച്ച് അവിടെ ടോയ്ലറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്, അത്യാവശ്യം കുഴപ്പമില്ലാത്തതാണ്. അത് യൂസ് ചെയ്ത് ഫ്രഷായി തൊഴുതിട്ട് ഇറങ്ങി നമുക്ക് തിരിച്ച് അടുത്ത ട്രെയിനിൽ പോവാം. സ്റ്റേയുടെ ആവശ്യം വരുന്നില്ല. നമ്മൾ ഈ ക്യൂവിനകത്ത് നിൽക്കുന്ന സമയം തന്നെ ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ നട അടയ്ക്കും, കുറേ സമയം അടച്ചിടുന്നുണ്ട്. അത് ഈ സ്പെഷ്യൽ പൂജയ്ക്കോ കാര്യങ്ങൾക്കോ ഒക്കെ ആയിരിക്കാം. അപ്പോൾ ആ സമയത്ത് തന്നെ ഇവിടെ വിളക്കും കാര്യങ്ങളൊക്കെ ക്ലീൻ ചെയ്യുന്ന കാഴ്ച കാണാം. അത് കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോഴത്തേക്കും ഓരോ ബാച്ചായിട്ട് ആൾക്കാരെ തുറന്നു വിടുന്ന കാര്യങ്ങളാണ്. നമുക്ക് പിന്നെ വേറൊരു സ്പെഷ്യാലിറ്റി എന്ന് വെച്ചാൽ ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ശബരിമലയിലൊക്കെ നമ്മൾ പോകുമ്പോൾ എല്ലാവരും ഒരുമിച്ചാണ് പോകുന്നത്. അതായത് എല്ലാ സ്ഥലത്തുനിന്ന് വരുന്ന ആൾക്കാർ ഒരുമിച്ച്. ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് ശബരിമല കാണാൻ വന്ന സ്വാമിമാർക്ക് ഒരു സ്പെഷ്യൽ ക്യൂ ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് വലിയ തിരക്കൊന്നും അനുഭവപ്പെട്ടില്ല കേട്ടോ. നമ്മുടെ ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന മണ്ഡപങ്ങൾ കണ്ടോ, ഇവിടെ വെച്ചിട്ടാണ് കേട്ടോ കല്യാണവും കാര്യങ്ങളൊക്കെ നടക്കുന്നത്. അപ്പോൾ അതേ ഫസ്റ്റ് ഒരു ബാച്ചിനെ കണ്ട് അവർ ഓപ്പൺ ചെയ്ത് വിട്ടു. നമ്മൾ അവിടെ നിൽക്കുന്ന സമയത്ത് ഓപ്പൺ ചെയ്ത് വിട്ടൊരു ബാച്ച് കയറി പോകാൻ നമുക്ക് ഇവിടുന്ന് കാണാം. അപ്പോൾ ഇതുപോലെ ഈ നമ്മൾ ആദ്യം നിന്ന ബെഞ്ച് പോലുള്ള സ്ഥലത്ത് നിന്ന് ഓഡിറ്റോറിയത്തിനകത്തിരിക്കാം. അതിനുശേഷം പിന്നെ ഓരോ ക്യൂവിനായിട്ട് നമ്മളെ നിർത്തും. ഏകദേശം ഒരു 50 പേരോളം കാണും, 50 പേര് കൂടുതൽ കാണും ചിലപ്പോൾ അതിനകത്ത്. അപ്പോൾ അതിനകത്ത് ഓരോ ഇതായിട്ടാണ് നമ്മൾ ഓപ്പൺ ചെയ്ത് ക്ഷേത്രത്തിലേക്ക് വിടുന്നത്. അപ്പോൾ ഇതൊക്കെ കണ്ടിട്ട് ഞങ്ങൾ വീണ്ടും നമ്മൾ താമസിച്ച സ്ഥലത്തെത്തി. ഇപ്പോഴത്തെ പ്ലാനിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉച്ച കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് വടക്കുന്നാഥ ക്ഷേത്രം കാണാൻ വേണ്ടിയിട്ട് തൃശ്ശൂർ പോകാനാണ് പ്ലാൻ. അപ്പോൾ ഞങ്ങളിതേ ഒന്ന് ഫ്രഷ് ആയിട്ട് എല്ലാവരും റെഡി ആയിട്ട് ഇറങ്ങി. നമ്മൾ നേരത്തെ കണ്ട ഗരുഡൻ്റെ ഒരു സ്റ്റാച്ചു കണ്ടില്ല, ആ ഒരു സൈഡിൽ നിന്ന് ഞാൻ പറഞ്ഞ പോലെ ഓപ്പോസിറ്റ് സൈഡിൽ നമ്മുടെ ഈ ബസ് സ്റ്റാൻഡ് കാണാം. ആ ബസ് സ്റ്റാൻഡിനകത്തൂടെ കയറി വരുമ്പോൾ നമുക്ക് അവിടുന്ന് തൃശ്ശൂരിലേക്ക് ബസ് കിട്ടും. അവിടെ നമ്മൾ ഏകദേശം ഗുരുവായൂരിൽ നിന്ന് 1 മണിക്കൂറാണ് അവർ പറഞ്ഞത് ബസ്സിൽ നമുക്ക് പോകാൻ പറ്റുന്നത്. അപ്പോൾ ഞങ്ങളൊരു 3 മണിയൊക്കെ ആയപ്പോഴത്തേക്ക് ഇറങ്ങി. നമുക്ക് വന്നപ്പോൾ തന്നെ വടക്കുന്നാഥ ക്ഷേത്രത്തിൽ തൃശ്ശൂരേക്കുള്ള ബസ് കിടപ്പുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ബസ്സിൽ കയറി ഇവിടെ നേരെ തൃശ്ശൂരേക്ക്. ബസ്സിൻ്റെ ടൈമിംഗ് ചോദിച്ചപ്പം എപ്പോഴും ബസ് ഉണ്ടെന്ന് അവർ പറഞ്ഞു. ഒരു 10 മിനിറ്റ് ഇടവിട്ട് ബസ്സുണ്ട്. അത്യാവശ്യം സീറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, വലിയ തിരക്കൊന്നുമില്ല. അപ്പോൾ തൃശ്ശൂർ പോയി വടക്കുന്നാഥ ക്ഷേത്രം കാണാനായിട്ട് ഞങ്ങളിതേ വന്നു. തൃശ്ശൂർ സ്റ്റാൻഡിൽ ഇറങ്ങി. എവിടെ ഇറങ്ങി കഴിയുമ്പോഴത്തേക്കും നമുക്ക് തൊട്ടടുത്ത് തന്നെ നടന്നു പോകാനുള്ള ദൂരമേ ഉള്ളൂ വടക്കുന്നാഥ ക്ഷേത്രത്തിലേക്കും അതുപോലെ പാറമേൽക്കാവ് ക്ഷേത്രത്തിലേക്ക്. ഈ 2 ക്ഷേത്രങ്ങളാണ് ഒരിടത്ത് ഓപ്പോസിറ്റായിട്ട് നിൽക്കുന്നത്. തൃശ്ശൂർ സ്റ്റാൻഡിലല്ല കേട്ടോ ഇറങ്ങിയത്. അത് ഈ ക്ഷേത്രത്തിൻ്റെ പേര് അവരോട് കണ്ടക്ടറോട് പറഞ്ഞു കഴിഞ്ഞാൽ അവർ കറക്റ്റ് അവിടെ എത്തുമ്പോൾ നമ്മുടെ അടുത്ത് പറയും ആ ഇറങ്ങാനുള്ള സ്റ്റാൻഡ്. അവിടെ നിന്ന് ജസ്റ്റ് റോഡ് ക്രോസ് ചെയ്ത് നമുക്ക് ഈ ക്ഷേത്രത്തിലേക്ക് എത്താം. അതുപോലെ തന്നെ നമ്മുടെ ഈ പാറമേൽക്കാവ് ക്ഷേത്രത്തിനകത്തേക്ക് പാൻറ്റ് അതുപോലെ ഷർട്ട് സാധനങ്ങളൊന്നും അലോഡല്ല. മൊബൈൽ ഫോൺ അകത്ത് വെച്ച് യൂസ് ചെയ്യാൻ പറ്റില്ല. നമുക്ക് ലോക്കറിലൊന്നും വെച്ചിട്ട് പോകേണ്ട ആവശ്യമില്ല. പക്ഷേ മൊബൈൽ ഫോൺ അകത്ത് വെച്ച് യൂസ് ചെയ്യാൻ പാടില്ലെന്നേ ഉള്ളൂ. നമ്മുടെ ഈ ക്ഷേത്രത്തിലേക്ക് പോകുമ്പോൾ ഒരു മുണ്ട് കൈ കരുതാൻ മറക്കണ്ട. ഞങ്ങൾ ആദ്യം തന്നെ പാറമേൽക്കാവ് ക്ഷേത്രം ദർശനം കഴിഞ്ഞിട്ട് നേരെ ഓപ്പോസിറ്റ്, ഇത് നമ്മൾ ഒരുപാട് റീൽസിലും വീഡിയോസിലും ഒക്കെ കാണുന്ന ഒരു ക്ഷേത്രമാണ് നമ്മുടെ വടക്കുന്നാഥ ക്ഷേത്രം. അതുപോലെ നമ്മുടെ തൃശ്ശൂർ പൂരത്തിനും അങ്ങനെ തൃശ്ശൂർ എന്ന് പറയുമ്പോഴേ ഈ ഒരു വടക്കുന്നാഥ ക്ഷേത്രത്തിൻ്റെ ഒരു ഫോട്ടോയും വീഡിയോസൊക്കെയാണ് നമ്മൾ കാണുന്നത്. പക്ഷേ നമ്മൾ ആ ഫോട്ടോയിൽ കാണുന്ന പോലെ അല്ല കേട്ടോ. ഇവിടെ വിശാലമായ ഒരുപാട് വലിയൊരു ഗ്രൗണ്ടാണ്. അതുപോലെ പാർക്കിങ്ങിന് നല്ല സ്ഥലമുണ്ട്.
ഈ ഒരു രൂപമാണ് നമ്മൾ കുറേ ഫോട്ടോസിലും റീൽസിലും ഒക്കെ കാണുന്നത്. അപ്പോൾ അതേ നമ്മളിവിടെ വന്നപ്പോൾ ഒരു ന്യൂസ് ചാനലിൻ്റെ ഒരു ഇൻ്റർവ്യൂ ഒക്കെ അവർ ചെയ്യുന്നുണ്ടായിരുന്നു ഈ ഒരു ക്ഷേത്രത്തിനെ കുറിച്ചുള്ള. കുറേ ആൾക്കാർ വൈകുന്നേരം ഇവിടെ വന്ന് സ്പെൻഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. ശരിക്കും നമ്മൾ ബസ് ഇറങ്ങി വരുമ്പം ഈ ക്ഷേത്രത്തിൻ്റെ ബാക്ക് സൈഡിലാണ് നമ്മൾ ആദ്യം കണ്ടത്. അവിടെ നിന്ന് ഇത്രയും വലിയ ഗ്രൗണ്ടും പാർക്കിങ്ങും കാര്യങ്ങളും ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അവിടെ എത്തിയിട്ട് നമ്മൾ അവിടുന്ന് നേരെ ക്ഷേത്രത്തിൻ്റെ മെയിൻ എൻട്രൻസിലേക്ക് ജസ്റ്റ് നടന്ന് തന്നെ പോകാം. ഈ ഗ്രൗണ്ടിൽ കൂടെ തന്നെ നമുക്ക് റൗണ്ട് ചെയ്ത് നടന്ന് പോകാം. ഞങ്ങൾ ബസ്സിൽ വന്നിറങ്ങിയോണ്ടാണ് കേട്ടോ ബാക്ക് സൈഡ് വഴി വരുന്നത്. നമുക്കിവിടെ വണ്ടികൾ പാർക്ക് ചെയ്തേക്കുന്ന കാണാം. നല്ല വിശാലമായിട്ടുള്ള പാർക്കിംഗ് ഉണ്ട്. അപ്പോൾ കാറിൽ വരുന്നവർക്ക് ഇവിടെ പാർക്ക് ചെയ്തിട്ട് നേരെ നമുക്ക് ക്ഷേത്രത്തിലേക്ക് വരാം. ഇതാണ് ക്ഷേത്രത്തിൻ്റെ മെയിൻ ഫ്രണ്ട് എൻട്രൻസ്. മറ്റേത് നമ്മൾ വീഡിയോസിലൊക്കെ കാണുന്നത് അതുവഴി എൻട്രൻസ് ഇല്ല, ഇതുവഴിയാണ് എൻട്രൻസ് വരുന്നത്. അപ്പോൾ രണ്ട് ക്ഷേത്രത്തിൻ്റെയും ദർശനം കഴിഞ്ഞ് ഏകദേശം 7 മണിയൊക്കെ ആയപ്പോഴത്തേക്ക് 7-7:30 നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. പിന്നെ നമുക്ക് അടുത്ത അതായത് ഗുരുവായൂരേക്ക് പോകാനുള്ള ബസ് കിട്ടുന്നത് ശക്തൻ എന്ന് പറഞ്ഞ സ്റ്റാൻഡിൽ നിന്ന് നമുക്ക് ബസ് കിട്ടത്തുള്ളൂ. നമ്മൾ നിൽക്കുന്ന ക്ഷേത്രത്തിൻ്റെ നമ്മൾ വന്നിറങ്ങിയെടുത്തും ഗുരുവായൂരിലേക്ക് ബസ് കിട്ടത്തില്ല. അതുകൊണ്ട് ഒരു ഓട്ടോറിക്ഷ വിളിച്ചു. 30 രൂപ ഓട്ടോറിക്ഷയ്ക്ക് കൊടുത്തു നമ്മുടെ വടക്കുന്നാഥ ക്ഷേത്രത്തിൽ നിന്ന് ശക്തൻ സ്റ്റാൻഡിലേക്ക്. അവിടെ എത്തിയപ്പോൾ തന്നെ അവിടെ ഗുരുവായൂർ ബസ് ഉണ്ടായിരുന്നു. അതിൽ കയറി നേരെ ഗുരുവായൂർ ഇറങ്ങി. റൂമിൽ ഒന്ന് ഫ്രഷപ്പ് ആയിട്ട് നമ്മൾ വീണ്ടും ക്ഷേത്രത്തിൻ്റെ പരിസരത്തോട്ട് ഇറങ്ങി കേട്ടോ ചെയ്തത്. ഫുള്ള് ലൈറ്റൊക്കെ ഇട്ട് സെറ്റ് ചെയ്ത് നല്ല അടിപൊളിയാക്കി വെച്ചിരിക്കുമായിരുന്നു വൈകുന്നേരം. പക്ഷേ രാവിലത്തെ അത്ര തിരക്ക് വൈകുന്നേരം ഇല്ല. നമ്മൾ ഈ കാണുന്ന റൈറ്റ് സൈഡിൽ കാണുന്ന ഇവിടെ ആയിരുന്നു രാവിലെ ക്യൂ നിന്ന്. പക്ഷേ വൈകുന്നേരം വന്നപ്പോൾ അവിടം വരെ ഒന്നും ക്യൂ ഇല്ല കേട്ടോ. അതുപോലെ തന്നെ ഇവിടുത്തെ വഴിപാടുകൾ പ്രസാദം മേടിക്കാനും ഈ ദർശനത്തിന് നിൽക്കുന്ന അതേപോലെ തന്നെ ക്യൂ ഉണ്ട്. നമുക്ക് അവിടെ ഇരിക്കാം, ബെഞ്ചും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം അതിൻ്റെയൊക്കെ ഒരുപാട് വലിയ ക്യൂ ആയിരുന്നു. അപ്പം നമുക്ക് അതിനൊന്നും ഒരുപാട് പോകാൻ പറ്റിയില്ല. അപ്പോൾ നമ്മൾ ഒരുപാട് പ്രസാദങ്ങളോ അങ്ങനെ വഴിപാടുകൾക്കോ ഒന്നും പോകാൻ പറ്റിയില്ല. നമുക്കത് അറിയത്തില്ലായിരുന്നു ശരിക്കും. ദർശനത്തിന് കയറി ഇറങ്ങി ആദ്യം തന്നെ അതിന് നിന്നിരുന്ന് കിട്ടിയാനേ. അപ്പോൾ നമ്മളത് പ്ലാൻ ചെയ്യാത്തതുകൊണ്ട് നമുക്കതൊന്നും കറക്റ്റായിട്ട് പ്ലാൻ ചെയ്യാൻ പറ്റിയില്ല. വേറൊന്നുമില്ല, എല്ലായിടത്തും കൗണ്ടറിൻ്റെ പേരും കാര്യങ്ങളും എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളത് കണ്ട് നോക്കി അവിടെ പോയി ക്യൂ നിൽക്കുക എന്നുള്ളതേ ഉള്ളൂ. അതിനുശേഷം വൈകുന്നേരം ആയപ്പോഴത്തേക്കും നമ്മൾ റൂമിലേക്ക് തിരിച്ചു പോകാനായിട്ട് തിരിച്ച് കറങ്ങി പരിപാടിയൊക്കെ കണ്ട് വന്നപ്പോഴത്തേക്കും ഇവിടെ ആനകളെ 2 പേരെ ഇവിടെ നിർത്തിയേക്കുന്നത് നമുക്ക് കാണാം. ഇവിടെ എന്തിനാണ് നിർത്തിയേക്കുന്നതെന്ന് അറിയത്തില്ല. എനിക്ക് തോന്നുന്നു പൂജയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് വൈകുന്നേരം ഇവിടെ നിർത്തുന്നൊരു പതിവുണ്ടായിരിക്കും. എന്ന് വെച്ചാൽ ഞങ്ങൾ ദർശനത്തിന് അകത്ത് ശ്രീകോവിലിൻ്റെ അകത്ത് കയറി ചെന്ന സമയത്ത് അതിനകത്തൊരു 3 ആന ഉണ്ടായിരുന്നു. അവിടെ ചെണ്ടമേളവും വാദ്യമേളവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ വൈകുന്നേരം അത് കഴിഞ്ഞിട്ട് കൊണ്ടുവന്ന് നിർത്തുന്നതായിരിക്കും, അല്ലെങ്കിൽ അതിന് പോകാൻ വേണ്ടി നിൽക്കുന്നതായിരിക്കും. നമ്മളൊരു 10 മിനിറ്റോളം ആനക്കാഴ്ചകൾ കണ്ട് നിന്നിട്ട് നോക്കുമ്പോഴത്തേക്കും ആന 2 പേരും അവിടുന്ന് നേരെ കയറി നമ്മുടെ ആ ഒരു വലിയ എൻട്രൻസ് വഴി അകത്തേക്ക് കയറി പോട്ടെ, ആ ഒരു വാതിൽ വഴി. ശരിക്കും നമ്മളൊക്കെ വീട്ടിലോട്ട് കയറി പോകുന്ന കണക്ക് ജസ്റ്റ് ഇതേ ഓടി ഒരു ഇതുമില്ല. അത് സ്ഥിരം കയറുന്നതുകൊണ്ട് അവർക്കൊരു കുഴപ്പമില്ല. അവരിതേ ഓടി കയറി അതിനകത്തൂടെ 2 ആനകളും അകത്തേക്ക് കയറി. ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഇനി അടുത്ത പൂജയ്ക്കും പരിപാടികൾക്കൊക്കെ വേണ്ടിയിട്ടായിരിക്കാം അകത്തേക്ക് പോകുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ഗുരുവായൂർ ക്ഷേത്രത്തിൽ പോയപ്പോൾ നമുക്ക് കിട്ടിയ അനുഭവങ്ങളും അറിവുകളും കാര്യങ്ങളൊക്കെ. ഇതിനകത്ത് എന്തെങ്കിലും ഞാൻ പറയാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റിൽ ചോദിച്ചാൽ മതി. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ അത് ഞാൻ ക്ലിയർ ചെയ്ത് തരാം. ഇൻ കേസ് നമ്മൾ പോകാത്തതും അറിയാത്തതുമായിട്ടുള്ള കാര്യങ്ങളാണെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ ഫ്രണ്ട്സ് ഉണ്ട്, അവരോട് വിളിച്ച് ചോദിച്ചിട്ട് ഞാൻ കറക്റ്റായിട്ട് കമൻറ്റിൽ പറഞ്ഞു തരാം കേട്ടോ. അപ്പോൾ രണ്ടാമത്തെ ദിവസം അതിരാവിലെ 5:45 നമുക്ക് ഗുരുവായൂരിൽ നിന്ന് പുനലൂരിലേക്കുള്ള അടുത്ത ട്രെയിൻ, അതായത് നമ്മൾ ഇങ്ങോട്ട് വന്ന ട്രെയിൻ തന്നെയാണ് കേട്ടോ ഇത്, അതായത് ഗുരുവായൂർ എക്സ്പ്രസ്. അതിൽ തന്നെയാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ നമുക്കും അതിലും നമ്മൾ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു, കുഴപ്പമില്ലായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഇങ്ങോട്ട് വന്നപ്പോൾ ഒരു കാര്യം പറയാൻ പറഞ്ഞു വെച്ചാൽ അടുത്തടുത്ത് സീറ്റ് കിട്ടാത്തതുകൊണ്ട് തന്നെ ഞങ്ങൾ ആദ്യം കയറി
ഒരു അരമണിക്കൂറോളം TTRൻ്റെ പണിയായിരുന്നു നമുക്കെന്ന് വെച്ചാൽ വരുന്നവരെ ഓരോരുത്തരെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും മറ്റുള്ള ആൾക്കാർ വരുമ്പോൾ അവർ അഡ്ജസ്റ്റ് ചെയ്ത് നമുക്ക് എല്ലായിടത്തും നമുക്കൊരു 5 സീറ്റ് ഒരുമിച്ചുണ്ടായിരുന്നു, ബാക്കിയെല്ലാം അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് 1ഉം 2ഉം പേരുമായിട്ട് വരുന്നവരെ അപ്പുറത്തേക്ക് നമ്മുടെ സീറ്റിലേക്ക് മാറ്റി അഡ്ജസ്റ്റ്. അതെന്ന് വെച്ചാൽ നമ്മൾ അവരോടൊന്ന് റിക്വസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവർ ചെയ്യും. മീൻസ് നമുക്ക് ഫാമിലിയായിട്ട് പോകുമ്പോൾ എല്ലാവരും ഒരുമിച്ചിരുന്ന് പോകാൻ പറ്റുവാണെങ്കിൽ അത്രയും നല്ലതായിരിക്കുമല്ലോ. അപ്പോൾ നമ്മളത് പ്ലാൻ ചെയ്ത് ട്രെയിനിൽ കയറിയപ്പോൾ തന്നെ അവരോട് സംസാരിച്ചു. അപ്പോൾ TTR വന്നാലും അതിന് പ്രശ്നമൊന്നുമില്ല, പേര് മാത്രം പറഞ്ഞു കൊടുക്കുന്നു, അവർ ചെക്ക് ചെയ്യുന്നു, അത്രയേ ഉള്ളൂ, വേറെ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നമ്മളിത് 5:45 ഗുരുവായൂരിൽ നിന്ന് കയറി നമ്മൾ ഏകദേശം കൊല്ലം റെയിൽവേ സ്റ്റേഷനിലെത്തിയിട്ട്. അപ്പോൾ അതേ ഫുഡിൻ്റെ കേസ് പറയാൻ വിട്ടുപോയി. അപ്പോൾ അങ്ങോട്ട് പോയപ്പോൾ ഉള്ള ഫുഡ്, രാത്രിത്തെ ഡിന്നർ അങ്ങോട്ട് പോയപ്പോൾ ഞങ്ങൾ റെഡി ആക്കിക്കൊണ്ട് പോയായിരുന്നു, ചപ്പാത്തിയും വെജിറ്റബിൾ കറിയൊക്കെ. പിന്നെ പിറ്റേ ദിവസം ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച്, ഡിന്നർ അവിടെ നിന്ന് പുറത്തുനിന്നായിരുന്നു. തിരിച്ച് വരുമ്പോഴും ഉള്ളതെല്ലാം ട്രെയിനകത്ത് നിന്നായിരുന്നു. നമുക്ക് ഡിന്നർ മാത്രം റെഡി ആക്കിക്കൊണ്ട് പോകാൻ പറ്റി. പിന്നെ അത് കഴിഞ്ഞിട്ട് തിരിച്ച് വരുമ്പോൾ ട്രെയിനകത്ത് ഇതൊക്കെയായിരുന്നു കേട്ടോ പരിപാടീസ്. നമ്മൾ കുറേ ഗെയിംസും കാര്യങ്ങളും പിള്ളേരെല്ലാം അവിടെ ഉള്ളതുകൊണ്ട് സമയം പോകാൻ വേണ്ടി നല്ല രസമായിരുന്നു. പക്ഷെ തിരിച്ച് വന്നപ്പോൾ നമുക്ക് അങ്ങോട്ട് പോയ എത്ര സീറ്റുകൾ അധികം ഡിസ്റ്റൻസ് ഇല്ലായിരുന്നു, ഏകദേശം അടുത്തൊക്കെ തന്നെ കിട്ടിയത്. അതുകൊണ്ട് വലുതായിട്ട് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും അറേഞ്ച് ചെയ്യേണ്ട ആവശ്യമൊന്നും വന്നില്ല. എല്ലാവരും വന്നപ്പോൾ തന്നെ അവരവർ തന്നെ അഡ്ജസ്റ്റ് ചെയ്തെങ്കിൽ ഇരുന്നു, അതുകൊണ്ട് കുഴപ്പമില്ലായിരുന്നു കേട്ടോ. പിന്നെ ഗുരുവായൂർ എക്സ്പ്രസ്സിനകത്ത് വാഷ്റൂമൊക്കെ നല്ല നീറ്റാണ് കേട്ടോ, നല്ല നീറ്റും ക്ലീനൊക്കെ ആയിരുന്നു. നമ്മൾ പുനലൂരിൽ നിന്ന് കയറിയപ്പോൾ ചെറിയൊരു സ്മെല്ലുണ്ടായിരുന്നെങ്കിലും കൊല്ലം കഴിഞ്ഞപ്പോഴത്തേക്ക് അത് നല്ല നീറ്റാക്കി. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഡൽഹി ട്രിപ്പും കാര്യങ്ങളൊക്കെ പോയപ്പം അത് വെച്ച് കമ്പയർ ചെയ്യുകയാണെങ്കിൽ മോർ ബെറ്ററാണ്, നല്ല വാഷ്റൂമും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. തിരിച്ച് പുനലൂർ റെയിൽവേ സ്റ്റേഷനെത്തി. ഇവിടെ നിന്ന് ഇറങ്ങി ഞങ്ങൾ നേരെ വണ്ടി ഇവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട്, വണ്ടിയുടെ നേരെ വീട്ടിലേക്ക് പോവാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഗുരുവായൂർ യാത്രയുടെ വിശേഷങ്ങൾ. അപ്പോൾ ഇനി നമുക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റിൽ ചോദിക്കുക. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട, വീഡിയോ ഷെയർ ചെയ്യാനും മറക്കണ്ട. താങ്ക്